ഡിസംബർ 20-ന് ഉസ്മാൻ ഹാദിയുടെ മൃതദേഹം ധാക്കയിൽ സംസ്കരിച്ചു. 1,00,000-ലധികം ആളുകൾ പങ്കെടുത്തു. മെഡിറ്ററേനിയൻ കടലിൽ ഏറിയൽ ഡ്രോൺസ് ഉപയോഗിച്ച് റഷ്യൻ ഷാഡോ ഫ്ലീറ്റ് എണ്ണ ടാങ്കറായ ക്വെന്റലിനെ യുക്രൈൻ ടാർഗറ്റ് ചെയ്തു. ആ സമയത്ത് എംടി ആയിരുന്ന ഈ കപ്പലിന് ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചതായി യുക്രൈൻ്റെ സുരക്ഷാ സേവന ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി. അമേരിക്കയും വെനസ്വേലയും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്നതിനാൽ കരീബിയൻ ദ്വീപുകളിലെ സാറ്റലൈറ്റ് നാവിഗേഷൻ സിഗ്നലുകൾ തടസ്സപ്പെടുത്താൻ ഇരു രാജ്യങ്ങളുടെയും സൈന്യങ്ങൾ ഗ്യാസയ്ക്കായി ഒരു നിർദ്ദിഷ്ട ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിൽ ചേരുന്നത് പരിഗണിക്കാൻ ഓഫർ ചെയ്തതിന് പാകിസ്ഥാനോട് വാഷിംഗ്ടൺ നന്ദി പറയുന്നതായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. വർദ്ധിച്ചുവരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ ഇറാൻ രാജ്യവ്യാപകമായ നാടുകടത്തൽ വർദ്ധിപ്പിക്കുന്നു. സാമ്പത്തിക സുരക്ഷാ സമ്മർദ്ദങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നത് ടെഹ്റാൻ ശക്തമാക്കുമ്പോൾ നിലവിൽ 5 ലക്ഷം അഫ്ഗാൻ കുടിയേറ്റക്കാർ ഇറാനിൽ താമസിക്കുന്നുണ്ടെന്ന് ഒരു ഇറാനിയൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അനധികൃത കുടിയേറ്റക്കാരെ ലക്ഷ്യമിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആരംഭിച്ചതിന് ശേഷം ഏകദേശം 1.6 ദശലക്ഷം രേഖകളില്ലാത്ത അഫ്ഗാനികളെ പുറത്താക്കിയതായി അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള രാജസ്ഥാനിലെ ശ്രീഗംഗാനഗറിലെ വാടക വീട്ടിൽ നിന്ന് അനധികൃത മതപരിവർത്തനത്തിൽ ഏർപ്പെട്ടുവെന്നാരോപിച്ച് ഒരു ജർമ്മൻ ദമ്പതികളെയും മറ്റ് 4 പേരെയും വ്യാഴാഴ്ച അറസ്റ്റ് ചെയ്തു. തോഷഖാന 2 വിധിക്കെതിരെ മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പ്രതികരിച്ചു. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. മറ്റൊരു അഴിമതിക്കേസിൽ 14 വർഷം തടവ് അനുഭവിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ. 2023 ഓഗസ്റ്റ് മുതൽ അദ്ദേഹം ജയിലിൽ കഴിയുകയാണ്. നിരവധി നിയമക്കേസുകളാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്. ഈ ശിക്ഷ മറ്റുള്ള കേസുകളോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു. ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. ശ്രീനിവാസന് വിട നൽകി കേരളം. കേരളത്തിലെ രാഷ്ട്രീയ സിനിമാ മേഖലകളിലെ ആളുകൾ അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സംസ്കാരം അല്പസമയത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് നടക്കും.